ഇന്നലെ രാത്രി മുഴുവൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരുന്ന ബണ്ടിയെ ഇന്നു രാവിലെ 9ഓടെയാണ് വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കെ വിഷ്ണുവിന്റെ ചേംബറിലാണ് ബണ്ടിയെ ഹാജരാക്കിയത്. തുടർന്ന് ഫെബ്രുവരി 12 വരെ ബണ്ടിയെ കോടതി റിമാൻഡ് ചെയ്തു. CI പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ സായുധ സുരക്ഷയോടെയാണ് ബണ്ടിയെ കോടതിയിൽ എത്തിച്ചത്. 2 കേസുകളാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പട്ടത്തെ മോഷണത്തിന് പുറമെ ജനുവരി മധ്യത്തോടെ ബാംഗ്ലൂർ രാജാജി നഗറിൽ നിന്ന് മാരുതി എസ്റ്റീം കാർ മോഷ്ടിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നെന്ന കുറ്റവും ബണ്ടിയുടെ പേരിലുണ്ട്. ഈ കാർ ഇന്നലെ പോലീസ് കണ്ടെടുത്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ KE ബൈജു തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരസഹായമില്ലാതെ നിൽക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് താനെന്നും ബണ്ടി കോടതിയിൽ മൊഴി നൽകി. ഇതിനെ തുടർന്ന് ബണ്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പിന്നീട് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോടും പോലീസ് തന്നെ മർദ്ദിച്ചെന്ന് ബണ്ടി വിളിച്ചു പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ബണ്ടിക്ക് മർദ്ദനമേറ്റതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. പരിശോധനയ്ക്ക് ശേഷം ബണ്ടിയെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചു. ബണ്ടി ചോറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് പ്രത്യേക അപേക്ഷ സമർപ്പിക്കും. ബണ്ടിയെ അപകടകാരിയായ കുറ്റവാളികളുടെ ഗണത്തിൽപ്പെടുത്തി കയ്യാമം വയ്ക്കാൻ അനുവദിക്കണമെന്ന് CI പ്രതാപൻ നായർ കോടതിയോട് ആവശ്യപ്പെട്ടു. പലതവണ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയാണ് ബണ്ടിയെന്നും CI കോടതിയെ അറിയിച്ചു. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള തുടർ നടപടിക്രമങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആകാമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.